സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പകരമായി ഇന്ത്യയെ പല വഴിക്കും ഉപദ്രവിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. എന്നാൽ ശ്രമങ്ങളെല്ലാം വിഫലമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ചൈനയെ കൂട്ടുപിടിച്ച ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും ഇന്ത്യ എട്ടായി മടക്കിക്കൊടുത്തിരിക്കുകയാണ്. ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലം തടഞ്ഞാൽ ഇന്ത്യ എന്തു ചെയ്യുമെന്നായിരുന്നു പാകിസ്ഥാന്റെ ചോദ്യം. എന്നാൽ ഇതിന് ആസാം മുഖ്യമന്ത്രി ബിശ്വ ശർമ്മ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുമ്പോഴാണ് അതിന്റെ ശക്തി പ്രാപിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിലൂടെ ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വിലപ്പോവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞാൽ എന്താവും ഇന്ത്യയുടെ സ്ഥിതിയെന്നായിരുന്നു പാകിസ്ഥാന്റെ ചോദ്യം. ചൈനയുടെ സഹായത്തോടെ ബ്രഹ്മപുത്രയുടെ ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് തടയുമെന്നായിരുന്നു പാകിസ്ഥാൻ പറയാതെ പറഞ്ഞത്. വാസ്തവ വിരുദ്ധമായി സ്വയം ചമച്ചുണ്ടാക്കുന്ന ഭീഷണികളുമായി പാകിസ്ഥാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്കിതിന്റെ വസ്തുത പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണെങ്കിലും ബ്രഹ്മപുത്ര വികസിക്കുന്നതും ശക്തി പ്രാപിക്കുന്നതും ഇന്ത്യയിലാണ്. ടിബറ്റൻ മേഖലയിലൂടെ ഒഴുകുമ്പോൾ 30 മുതൽ 35% ജലം മാത്രമാണ് ബ്രഹ്മപുത്രയിൽ ഉണ്ടാകാറ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ ബ്രഹ്മപുത്രയിലെ ജലത്തിന്റെ അളവ് 65 മുതൽ 70% വരെയാണ്. ഇന്ത്യയിലെ മൺസൂൺ മഴയും പോഷക നദികളിലെ ജലവും കൂടി ചേരുമ്പോഴാണ് ബ്രഹ്മപുത്ര ശക്തി പ്രാപിക്കുന്നത്. ഇന്ത്യയിലെ മഴയിലൂടെ ശക്തി പ്രാപിച്ച ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ മാത്രം വളരുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര. ഈ നദിയെ ആശ്രയിച്ചല്ല ഇന്ത്യയിലെ കൃഷികളോ മറ്റ് സംവിധാനങ്ങളോ പ്രവർത്തിക്കുന്നത്. ഇനി ചൈന ബ്രഹ്മപുത്രയിലെ ജലം തടയുന്നുവെന്നു തന്നെ ഇരിക്കട്ടെ, അതും ഇന്ത്യക്ക് ഗുണമേ ചെയ്യൂ. കാലവർഷത്തിൽ ബ്രഹ്മപുത്രയിൽ ജലനിരപ്പ് ഉയരുന്നത് മൂലം വർഷാവർഷം അസാം മേഖലയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവായി കിട്ടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻഡോ ചൈന അതിർത്തിയിൽ നദിയുടെ ഒഴുക്ക് സെക്കൻഡിൽ ശരാശരി 2000 മുതൽ 3000 ക്യൂബിക് മീറ്ററിനിടയിലാണ്. എന്നാൽ മൺസൂൺ സമയത്ത് ആസാമിൽ ഇത് സെക്കൻഡിൽ 15000 മുതൽ 20000 ക്യൂബിക് മീറ്ററായി വർദ്ധിക്കുന്നു. ഇത് നദിയുടെ ഒഴുക്കിൽ ഇന്ത്യയുടെ സംഭാവനയുടെ തെളിവാണ്. മഴയെ ആശ്രയിച്ചുള്ള നദീതട സംവിധാനമാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം നദിയുടെ ഒഴുക്ക് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നതെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു. ചൈന ബ്രഹ്മപുത്രയിലെ ജലം തടയുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ചൈന വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചാൽ പോലും അത് ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് അസം മുഖ്യമന്ത്രിയുടെ മറുപടി. അസമിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്ന വെള്ളപ്പൊക്കം ലഘൂകരിക്കാൻ കഴിയുമെന്നതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാദം. ചൈന ബ്രഹ്മപുത്ര സംബന്ധിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നിരിക്കെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് പാകിസ്ഥാനെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് വൻ നാശനഷ്ടങ്ങളാണെന്ന് വ്യക്തമാക്കുന്ന പാകിസ്ഥാൻ രേഖകൾ. ആക്രമിച്ചതായി ഇന്ത്യ വ്യക്തമാക്കിയതിനേക്കാൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് ഈ രേഖകളിൽ പറയുന്നത്. വെടിനിർത്തലിനായി പാകിസ്ഥാൻ അധികൃതർ അഭ്യർത്ഥനയുമായി ഇന്ത്യയെ സമീപിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയത് ഇതാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ നിരവധി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ത്യൻ സേന പുറത്തുവിട്ടതിനേക്കാൾ ഏറെ കൂടിയ പ്രഹരം പാകിസ്ഥാൻ ഏറ്റതായി പാകിസ്ഥാൻ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.